തൃശ്ശൂർ കാര്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടന്നിരുന്നില്ല. അതിൻ്റെ വീഴ്ച കൊണ്ടാണല്ലോ ചില മാറ്റങ്ങളൊക്കെ തൃശ്ശൂർ വരാൻ കാരണം. അപ്പോൾ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് വേണമെങ്കിൽ മാറാൻ, ശൈലി മാറ്റാൻ സാധ്യമല്ല. അതെനിക്കും അതെ, ശൈലി മാറ്റാൻ ഇതുവരെയുള്ള ശൈലിയൊന്നും അതുകൊണ്ടുള്ള കിട്ടുന്ന സാധനങ്ങൾ മതി. കർണാടകത്തിലെ മുദ്രാവാക്യം തന്നെയാണ് കേരളത്തിൽ ഞങ്ങൾക്കുള്ള. ആദ്യം അധികാരം കിട്ടട്ടെ, പിന്നെ മുഖ്യമന്ത്രി. അതാണ് ഞങ്ങളുടെ സ്വാധീനം. ആർക്കാണ് സ്വാധീനമുള്ളത് അവർക്ക് ജയിച്ചു വരാൻ കഴിയും. ആ രീതിയിൽ അടുത്ത അസംബ്ലി മുതൽ അടുത്ത ഈ AICC ഇലക്ഷൻ മുതൽ ബൂത്ത് തലങ്ങളിൽ തന്നെ ഇലക്ഷൻ നടത്തി കൂടുതൽ പാർട്ടിക്ക് കരുത്തുണ്ടാവും. നമസ്കാരം. 2 സുപ്രധാന തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ മുഖവും ഭാവവും മിനുക്കിക്കൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അതേസമയം ഈ പുനഃസംഘടനയിൽ ഒരുപാട് അസംതൃപ്തി പുകയുന്നുണ്ടെന്ന വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഭരണത്തിനായി കാത്തിരിക്കുന്ന കോൺഗ്രസ്സിന് ഈ പുനഃസംഘടന എത്രമാത്രം നേട്ടമാകും? അതാണ് ഇന്ന് ദ വീക്ക് ഇൻ ഫോക്കസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഇന്നുള്ളത് കെ മുരളീധരൻ സാറാണ്. സാർ നമസ്കാരം. സാർ, ഇപ്പം ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പുനഃസംഘടന വന്നിരിക്കുകയാണ്. പുതിയ KPCC അധ്യക്ഷനെല്ലാം ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരർത്ഥത്തിൽ കോൺഗ്രസ് ഈ കൈകളിലെല്ലാം ഭദ്രമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, പുതിയ ടീം വന്നു. പുതിയ ടീമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ മുഖം പാർട്ടിക്ക്, അതോടൊപ്പം തന്നെ ഒരു തലമുറ മാറ്റം. ഇത് രണ്ടുമാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് ഒരു ടീമിനെയാണ് വാർത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പുനഃസംഘടനാ പ്രക്രിയ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഇലക്ഷൻ വർക്കിലേക്ക് കടക്കണം. ഇപ്പോൾ ഇലക്ഷൻ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീ സുധാകരൻ ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളും സീനിയേഴ്സ് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. വോട്ടർ പട്ടിക പരിശോധിക്കുന്നുണ്ട്. അസംബ്ലിയിലേക്ക് പുതിയ വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയയുണ്ട്. ജൂൺ 1 തൊട്ടാണ് ലോക്കൽ ബോഡിയിൽ അവശേഷിച്ച പേര് ചേർക്കാനുള്ള സമയം. അതനുസരിച്ച് ടൈം ടേബിളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നേതൃത്വം മാറിയെന്ന് വിചാരിച്ചിട്ട് പ്രവർത്തനത്തിൽ മാറ്റമില്ല. പ്രവർത്തനം പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പം ഈ ഒരു അസംതൃപ്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും സുധാകരൻ എണ്ണി തൻ്റെ നേട്ടങ്ങളൊക്കെ പറഞ്ഞു. അല്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഒരാൾ സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തെ നേട്ടങ്ങളെക്കുറിച്ച് ആരാണെങ്കിലും പറയും. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതിനൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ രീതിയിൽ കാണണ്ട. അതിൻ്റെ ആവശ്യമില്ല. സർ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം താങ്കൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾ തൃശ്ശൂർക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ തന്നെ അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് കൂടുന്നുണ്ട്, പക്ഷേ മുരളീധരൻ്റെ ഗ്രാഫ് പോകുന്നു. അങ്ങനത്തെ ഒരു പരാമർശം താങ്കൾ നടത്തുന്നുണ്ട്. അപ്പം ഇത്രയും സ്വീകാര്യനായ ഒരു അതികായനായ ഒരു നേതാവായ താങ്കൾക്ക് പെട്ടെന്ന് തൃശ്ശൂർ വന്നതുകൊണ്ട് മാത്രമായി ഒരു ഗ്രാഫ് താഴെ പോയി എന്ന് പറഞ്ഞു. അല്ല, തൃശ്ശൂർ സാഹചര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞില്ല. അവിടെ മത്സരിക്കാൻ പറഞ്ഞു പോയി, മത്സരിച്ചു. പക്ഷേ അവിടുത്തെ അവിടുത്തെ അവസ്ഥ, വോട്ടർ പട്ടിക എന്താണ്? ഇപ്പോൾ വടകരയാണെങ്കിൽ A to Z എനിക്കറിയാം. 5 വർഷമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. വോട്ടർമാരെ ചേർത്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതുകൊണ്ട് പിന്നെ വികസന കാര്യങ്ങളും കുറേ എടുത്തു കാണിക്കാവുന്ന വികസനമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് 100% സേഫായിരുന്നു വടകര. പക്ഷേ പാർട്ടി പറഞ്ഞപ്പോൾ തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂർ കാര്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടന്നിരുന്നില്ല. അതിൻ്റെ വീഴ്ച കൊണ്ടാണല്ലോ ചില മാറ്റങ്ങളൊക്കെ തൃശ്ശൂർ വരാൻ കാരണം. അപ്പോൾ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ, മറ്റൊരു കാര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ഇപ്പോൾ ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് AICCയുടെയും KPCCയുടെയും തീരുമാനമാണ് പെട്ടെന്ന് ഈ നേതൃസ്ഥാനങ്ങളുണ്ടായ മാറ്റം. അതൊരു സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് വരാത്തതിൽ, അല്ലെങ്കിൽ അണികൾക്ക് അതിൽ കൃത്യമായൊരു അത് ഇപ്പോൾ അടുത്ത ഈ ഖാർഗേജിയുടെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഇലക്ഷൻ നടക്കും AICCയുടെ 5 വർഷം. ഈ ഭരണസമിതിയുടെ 5 വർഷം പൂർത്തിയാകുമ്പോൾ അന്ന് തീർച്ചയായിട്ടും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടത്തണം എന്ന് തന്നെ ഞങ്ങൾ നിർബന്ധം പിടിക്കും. അങ്ങനെയാകുമ്പോൾ പിന്നെ മറ്റു കോമ്പിനേഷനൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആർക്കാണ് സ്വാധീനമുള്ളത് അവർക്ക് ജയിച്ചു വരാൻ കഴിയും. ആ രീതിയിൽ അടുത്ത അസംബ്ലി മുതൽ അടുത്ത ഈ AICC ഇലക്ഷൻ മുതൽ ബൂത്ത് തലങ്ങളിൽ തന്നെ ഇലക്ഷൻ നടത്തി കൂടുതൽ പാർട്ടിക്ക് കരുത്തുണ്ടാവും. ഈ മുഖം കണ്ടാൽ തിരിച്ചറിയുന്ന നേതാക്കളെങ്കിലും വേണമെന്ന് താങ്കൾ തന്നെ ഒരു പരാമർശം നടത്തുന്നുണ്ട്.
അപ്പം ഇപ്പം ഈ ഒരു സ്ഥാനത്തേക്ക് ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം എത്തുമ്പോൾ അതെങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, പുതിയൊരു ടീമാണ്. ആ ടീം ഇനി പരിചയപ്പെട്ട് വരണം. എങ്കിലും അവർ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇപ്പോൾ വെച്ച വർക്കിംഗ് പ്രസിഡന്റുമാർ ഷാഫി ആണെങ്കിലും വിഷ്ണുനാഥ് ആണെങ്കിലും അന്യരെ 25 വർഷം പൂർത്തിയാക്കാൻ പോവാണ് MLA എന്ന നിലയ്ക്ക്. സണ്ണി ആണെങ്കിൽ DCC പ്രസിഡൻറ്റ് എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കേരളം മുഴുവൻ അറിയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവർ ഭാവിയിൽ അവർ നല്ലൊരു കരുത്തുള്ള ടീമായിട്ട് മാറും. മറ്റൊരു അവസാനത്തെ ചോദ്യം സാർ, താങ്കൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ പുതിയൊരു അധ്യക്ഷൻ വന്ന സാഹചര്യത്തിൽ ഇനി അടുത്ത 2021 വരാനിരിക്കുന്ന 2026 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആരായിരിക്കും അങ്ങനെയാണെങ്കിൽ കേരളത്തിന്? അല്ല, അത് അന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് ഒരു ലീഡർഷിപ്പിനെ ഒരു ലീഡറെ കാണിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോവുക. കോൺഗ്രസിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം ചോദിക്കും, എന്നിട്ട് ഹൈക്കമാൻഡ് പേര് പ്രഖ്യാപിക്കും. എല്ലാവരും നേതാക്കന്മാരാകുന്ന ഒരു സാഹചര്യം അതിന് തിരിച്ചടിയാവും. അല്ല, അത് കോൺഗ്രസ്സിൽ ഇപ്പോൾ തെലുങ്കാനയിൽ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായിരുന്ന ഭട്ടി വിക്രമാർക്ക ഉണ്ടായിരുന്നു. PCC പ്രസിഡൻ്റായിരുന്ന രേവന്ത് റെഡ്ഡി ഉണ്ടായിരുന്നു. അവിടുത്തെ മുൻ പ്രതിപക്ഷ നേതാവ് മറ്റേ അങ്ങനെയുള്ള ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു. ഉത്തം കുമാർ റെഡ്ഡി ആയിരുന്നു അവിടെ പാർട്ടി നേതാവ്. അദ്ദേഹം പിന്നെ ലോക്സഭയിൽ പോയപ്പോഴാണ് ഭട്ടി വിക്രമാർക്ക പാർട്ടി ലീഡറായത്. അപ്പോൾ 3 പേരുണ്ടായിരുന്നു മുഖ്യമന്ത്രി എന്ന് പറയാവുന്ന 3. പക്ഷേ അതിൽ ഇലക്ഷൻ കഴിഞ്ഞ് MLA-മാരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ രേവന്ത് റെഡ്ഡിക്കായിരുന്നു ഭൂരിപക്ഷം. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു 3 പേരെടുത്ത് പറയാൻ പറ്റുന്ന അല്ല, അങ്ങനെ ഇപ്പോൾ നോക്കണ്ട. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ സീനിയേഴ്സ് ആരൊക്കെയാണ്. ഞാൻ ആരും പേര് പറയുന്നില്ല. ആരാണെങ്കിലും ശരി, ഇലക്ഷൻ കഴിഞ്ഞിട്ട് MLA-മാരുടെ അഭിപ്രായം ചോദിച്ച് അതനുസരിച്ച് തീരുമാനമെടുക്കും. അപ്പോൾ കർണാടകത്തിലെ മുദ്രാവാക്യം തന്നെയാണ് കേരളത്തിൽ ഞങ്ങൾക്കുള്ളത്. ആദ്യം അധികാരം കിട്ടട്ടെ, പിന്നെ മുഖ്യമന്ത്രി. അതാണ് ഞങ്ങളുടെ സ്ലോഗൻ. താങ്കൾ ഈ ഒരു ശൈലി ഉണ്ടല്ലോ, കെ കരുണാകരൻ തന്നെ ഫോളോ ചെയ്യുന്ന, എന്തുണ്ടെങ്കിലും തുറന്നടിച്ച് പറയുന്ന ആ ഒരു ശൈലി, അത് ഒരു തിരിച്ചടിയായിട്ട് തോന്നുന്നുണ്ട്. അല്ല, അത് ചിലപ്പോൾ തിരിച്ചടിയൊക്കെ ഉണ്ടായിന്ന് വരാം. പക്ഷേ എന്ന് ചോദിച്ചാൽ ശൈലി മാറ്റാൻ കഴിയില്ല. കെ കരുണാകരൻ അവസാനം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണം എന്നുണ്ടായിരുന്നെങ്കിൽ ശൈലി മാറ്റണമെന്ന്. അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്ത് വേണമെങ്കിൽ മാറാൻ, ശൈലി മാറ്റാൻ സാധ്യമല്ല. അതെനിക്കും അതെ, ശൈലി മാറ്റാൻ ഇതുവരെയുള്ള ശൈലിയൊന്നും, അതുകൊണ്ടുള്ള കിട്ടുന്ന സാധനങ്ങൾ മതി. അല്ലാതെ അമിതമായിട്ട് ആഗ്രഹിക്കാതിരുന്നാൽ മതിയല്ലോ. ശൈലിയൊന്നും മാറ്റാൻ സാധ്യമല്ല. എന്തായാലും നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പുനഃസംഘടന, അത് എത്രമാത്രമാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഒരു നേട്ടമുണ്ടാക്കാൻ പോകുന്നത് എന്നതായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള ചില അസംതൃപ്തിയെ സംബന്ധിച്ചും ചില സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനോടൊപ്പം ഈ ഒരു വിഷയവുമായി നമ്മളോടൊപ്പം സംസാരിച്ചത് കെ മുരളീധരനായിരുന്നു. സർ, താങ്ക് യു സോ മച്ച്.